കണിക്കൊന്ന പൂക്കുന്ന മേടമാസത്തിന്റെ പുലരിയിൽ ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമായി നാം വിഷുവിനെ വരവേൽക്കുമ്പോൾ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ 2026 വിഷു വെറുമൊരു ഉത്സവമല്ല, മറിച്ച് ജീവിതത്തിലെ പുതിയൊരു അധ്യായത്തിന്റെ തുടക്കമാണ്. വൃശ്ചികക്കൂറിലെ നക്ഷത്രങ്ങളിൽ ഏറ്റവും ബുദ്ധിശക്തിയും കർമ്മശേഷിയുമുള്ള നക്ഷത്രമാണ് തൃക്കേട്ട. പാണ്ഡിത്യത്തിന്റെ ഗ്രഹമായ ബുധൻ അധിപനായി വരുന്ന ഈ നക്ഷത്രക്കാർക്ക് കടന്നുപോയ വർഷങ്ങൾ ഒരുപക്ഷെ പരീക്ഷണങ്ങളുടെയും കഠിനമായ പോരാട്ടങ്ങളുടെയും കാലഘട്ടമായിരുന്നിരിക്കാം. എന്നാൽ 2026 വിഷുക്കണി നിങ്ങൾക്കായി കരുതി വെച്ചിരിക്കുന്നത് വലിയൊരു മാറ്റത്തിന്റെ സന്ദേശമാണ്. ഭാരതീയ സങ്കല്പം അനുസരിച്ച് വിഷു എന്നത് തുല്യമായ രാപ്പകലുകളുടെ സമയമാണ്. തൃക്കേട്ട നക്ഷത്രക്കാരുടെ ജീവിതത്തിലും ഇതുവരെ നിലനിന്നിരുന്ന അസമത്വങ്ങൾ മാറി ഒരു സന്തുലിതാവസ്ഥ കൈവരിക്കുന്ന കാലമാണിത്. ആകാശത്ത് കണിക്കൊന്നകൾ പൊൻപ്രഭ ചെരിയുമ്പോൾ നിങ്ങളുടെ കരിയറിലും കുടുംബത്തിലും ആ പ്രഭ പ്രതിഫലിക്കാൻ പോകുന്നു. തൃക്കേട്ടക്കാർ പൊതുവെ കഠിനാധ്വാനികളാണെങ്കിലും പലപ്പോഴും അർഹിച്ച അംഗീകാരം വൈകി ലഭിക്കുന്നവരാണ്. ജ്യേഷ്ഠ നക്ഷത്രം എന്നറിയപ്പെടുന്ന തൃക്കേട്ട ആ പദവി പോലെ തന്നെ ഉത്തരവാദിത്തങ്ങൾ ഏറെ ചുമലിലേറ്റി വരുന്നവരാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ അനുഭവിച്ച മാനസിക സംഘർഷങ്ങൾക്കും സാമ്പത്തിക ഞെരുക്കങ്ങൾക്കും ഈ വിഷുക്കാലം പരിഹാരക്രിയയായി മാറും. ഈ ഒരു വർഷത്തെ വിഷുഫലം വിശകലനം ചെയ്യുമ്പോൾ തൃക്കേട്ടക്കാർക്ക് തടസ്സപ്പെട്ട് കിടന്നിരുന്ന ഭാഗ്യത്തിന്റെ വാതിലുകൾ ഓരോന്നായി തുറക്കപ്പെടുന്നത് കാണാം. മനസ്സിന്റെ അടിത്തട്ടിൽ നിങ്ങൾ കൊണ്ടു നടന്ന പല സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാനുള്ള ഊർജം ഈ വിഷു നിങ്ങൾക്ക് നൽകും. ജീവിതത്തിലെ ഇരുളടങ്ങിയ കോണുകളിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള ഒരു പ്രയാണമാണ് 2026 നിങ്ങളെ കാത്തിരിക്കുന്നത്. അത് കേവലം ഭൗതികമായ നേട്ടങ്ങൾ മാത്രമല്ല, ആത്മീയവും മാനസികവുമായ ഒരു ഉണർവ് കൂടിയാണ്. നിങ്ങളുടെ ചിന്താശൈലിയിലും പ്രവൃത്തിയിലും ഈ വർഷം വലിയ മാറ്റങ്ങൾ വരും. പഴയ പരാജയങ്ങളെ ഓർത്ത് വിഷമിക്കാതെ പുതിയ ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ പ്രകൃതി തന്നെ നിങ്ങളെ ഒരുക്കുന്നു. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ വിഷു കൈനീട്ടമായി നൽകുന്നത് വിജയത്തിന്റെ മധുരവും സമാധാനത്തിന്റെ തണലുമാണ്. ഈ മാറ്റങ്ങൾ നിങ്ങളുടെ സാമ്പത്തികം, തൊഴിൽ, കുടുംബം, ആത്മീയത എന്നീ മേഖലകളിൽ എങ്ങനെയൊക്കെ പ്രതിഫലിക്കുമെന്ന് നമുക്ക് വിശദമായി ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. 2026 വിഷു തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഒരു പുതിയ ഉദയത്തിന്റെ തുടക്കമാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസികമായ സമ്മർദ്ദങ്ങൾക്കും തടസ്സങ്ങൾക്കും ഈ വർഷം വലിയ തോതിൽ ശമനമുണ്ടാകും. വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെങ്കിലും മധ്യത്തോടെ കാര്യങ്ങൾ അനുകൂലമായി മാറും. തൃക്കേട്ട നക്ഷത്രക്കാർ പൊതുവെ മുൻകോപികളും എന്നാൽ പെട്ടെന്ന് തണുക്കുന്നവരുമാണ്. ഈ വർഷം നിങ്ങളുടെ സ്വഭാവത്തിൽ വരുത്തുന്ന മിതത്വം വിജയത്തിലേക്കുള്ള താക്കോലായിരിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ 2026 തൃക്കേട്ടക്കാർക്ക് സമ്മിശ്രമായ ഫലങ്ങളാണ് നൽകുന്നത്. എങ്കിലും വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ ധനലഭ്യത വർദ്ധിക്കും. വർഷാരംഭത്തിൽ അപ്രതീക്ഷിത ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. വീടറ്റകുറ്റപ്പണികൾക്കോ പഴയ കടങ്ങൾ വീട്ടാനോ പണം ചെലവാക്കേണ്ടി വരും. എന്നാൽ ജൂൺ മാസത്തിന് ശേഷം വരുമാന സ്രോതസ്സുകൾ വർദ്ധിക്കും. ഒന്നിലധികം വഴികളിലൂടെ പണം കൈവശം വന്നു ചേരും. ഓഹരി വിപണിയിലോ ചിട്ടികളിലോ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വർഷത്തിന്റെ മധ്യഭാഗം അനുകൂലമാണ്. ഭൂമി വാങ്ങാനോ വീട് പണിയാനോ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വായ്പകൾ എളുപ്പത്തിൽ ലഭിക്കും. എന്നാൽ ജാമ്യം നിൽക്കുന്ന കാര്യത്തിൽ അതീവ ജാഗ്രത പാലിക്കണം. ഏറെക്കാലമായി തിരികെ ലഭിക്കില്ലെന്ന് കരുതിയിരുന്ന പണം ഈ വർഷം നിങ്ങളുടെ കയ്യിലെത്തും. പിതൃസ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായി തീർപ്പാക്കപ്പെടും. ഈ വർഷം പണം ലാഭിക്കുന്നതിൽ നിങ്ങൾ വിജയിക്കും. ആഡംബര വസ്തുക്കൾക്കായി പണം ചെലവാക്കുന്നത് നിയന്ത്രിക്കാൻ സാധിക്കും. സർക്കാർ മേഖലയിലോ സ്വകാര്യ മേഖലയിലോ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട്. നിങ്ങളുടെ കഠിനാധ്വാനം മേലുദ്യോഗസ്ഥരാൽ അംഗീകരിക്കപ്പെടും. വർഷങ്ങളായി കാത്തിരുന്ന സ്ഥലം മാറ്റം അനുകൂലമായ സ്ഥലത്തേക്ക് ലഭിക്കും. സഹപ്രവർത്തകരിൽ നിന്നുള്ള കുശുമ്പും മത്സരബുദ്ധിയും നിങ്ങളെ അലട്ടിയേക്കാമെങ്കിലും നിങ്ങളുടെ ബുദ്ധിവൈഭവം കൊണ്ട് അവയെ മറികടക്കും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്ന തൃക്കേട്ടക്കാർക്ക് ഈ വർഷം വിസ നടപടികൾ വേഗത്തിലാകും. ഇതിനകം വിദേശത്തുള്ളവർക്ക് അവിടെ സ്ഥിരതാമസത്തിനുള്ള അനുമതി ലഭിക്കാൻ സാധ്യതയുണ്ട്. സ്വന്തമായി ബിസിനസ് നടത്തുന്നവർക്ക് മികച്ച ലാഭം പ്രതീക്ഷിക്കാം. പുതിയ പങ്കാളിത്തങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വർഷത്തിന്റെ അവസാന പാദം ഗുണകരമാണ്. സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകൾ ചെയ്യുന്നവർക്ക് വലിയ ഓർഡറുകൾ ലഭിക്കും. പഠനം കഴിഞ്ഞ് ജോലി കാത്തിരിക്കുന്നവർക്ക് പ്രമുഖ സ്ഥാപനങ്ങളിൽ നിയമനം ലഭിക്കും. കമ്മ്യൂണിക്കേഷൻ, IT, ബാങ്കിംഗ് എന്നീ മേഖലകളിലുള്ളവർക്ക് മികച്ച അവസരങ്ങൾ പ്രതീക്ഷിക്കാം. മാതാപിതാക്കളുടെ ആരോഗ്യം മെച്ചപ്പെടും. അവരുടെ അനുഗ്രഹവും പിന്തുണയും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും. പിതൃതുല്യരായ വ്യക്തികളിൽ നിന്ന് സഹായം ലഭിക്കും. സഹോദരങ്ങളുമായി ഉണ്ടായിരുന്ന പിണക്കങ്ങൾ മാറി ഐക്യം പുനഃസ്ഥാപിക്കപ്പെടും. അവരുടെ വിവാഹ കാര്യങ്ങളിലോ മറ്റോ സജീവമായി ഇടപെടേണ്ടി വരും. സാമൂഹികമായ അംഗീകാരങ്ങൾ നിങ്ങളെ തേടി വരും. ക്ലബ്ബുകളിലോ സംഘടനകളിലോ നേതൃസ്ഥാനം വഹിക്കാൻ അവസരം ലഭിക്കും. നിങ്ങളുടെ വാക്കുകൾക്ക് മറ്റുള്ളവർ വലിയ വില കൽപ്പിക്കും.
സ്വന്തമായി വീടെന്ന സ്വപ്നം ഈ വർഷം യാഥാർത്ഥ്യമാകും. വീട് പുതുക്കിപ്പണിയാനോ മനോഹരമാക്കാനോ സാധിക്കും. പരസ്പര വിശ്വാസം വർദ്ധിക്കും. മുൻകാലങ്ങളിലെ ചെറിയ പിണക്കങ്ങൾ ഈ വർഷം പരിഹരിക്കപ്പെടും. പങ്കാളിയുടെ പേരിൽ സ്വത്തോ ബിസിനസ്സോ തുടങ്ങുന്നത് ഈ വർഷം ഭാഗ്യം കൊണ്ടുവരും. ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ചെറിയ ശ്രദ്ധ ആവശ്യമാണ്. വിവാഹം ആലോചിക്കുന്ന തൃക്കേട്ടക്കാർക്ക് ഈ വർഷം മംഗല്യയോഗം വളരെ ശക്തമാണ്. അനുയോജ്യമായ ആലോചനകൾ വരികയും വർഷത്തിന്റെ പകുതിയോടെ വിവാഹം നടക്കുകയും ചെയ്യും. പ്രണയവിവാഹത്തിന് വീട്ടുകാരുടെ സമ്മതം ലഭിക്കും. കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് ഈ വർഷം സന്തോഷ വാർത്ത കേൾക്കാൻ സാധിക്കും. മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലും കരിയറിലും അവർ വലിയ നേട്ടങ്ങൾ കൈവരിക്കുന്നത് നിങ്ങൾക്ക് അഭിമാനത്തിന് കാരണമാകും. അമിതമായ ജോലിഭാരവും ചിന്തകളും കാരണം മാനസിക സമ്മർദ്ദത്തിന് സാധ്യതയുണ്ട്. യോഗ, ധ്യാനം എന്നിവ ശീലിക്കുന്നത് ഗുണം ചെയ്യും. ഉദരസംബന്ധമായ അസുഖങ്ങൾ, നടുവേദന എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ഭക്ഷണക്രമത്തിൽ കൃത്യത പാലിക്കണം. പുറത്തു നിന്നുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കുക. ദീർഘദൂര യാത്രകൾ ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുക. രാത്രികാല ഡ്രൈവിംഗ് ഒഴിവാക്കുന്നത് നല്ലതാണ്. കൃത്യമായ ഇടവേളകളിൽ വൈദ്യപരിശോധന നടത്തുന്നത് വലിയ ആരോഗ്യ പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ സഹായിക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം മികച്ച ഫലങ്ങൾ നൽകുന്ന ഒന്നാണ്. ഏകാഗ്രത വർദ്ധിക്കും. മത്സര പരീക്ഷകളിൽ ഉയർന്ന വിജയം നേടും. ഗവേഷണ രംഗത്തുള്ളവർക്ക് അവരുടെ പ്രബന്ധങ്ങൾ അംഗീകരിക്കപ്പെടും. വിദേശത്തോ ഇന്ത്യയിലെ തന്നെ പ്രമുഖ സർവകലാശാലകളിലോ ഉപരിപഠനത്തിന് അവസരം ലഭിക്കും. സാങ്കേതിക വിദ്യയും കലയും ഒത്തുചേർന്ന വിഷയങ്ങൾ പഠിക്കുന്നവർക്ക് തിളങ്ങാൻ സാധിക്കും. കുടുംബത്തോടൊപ്പം പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ സാധിക്കും. പുണ്യനദികളിൽ സ്നാനം ചെയ്യാനും വഴിപാടുകൾ നടത്താനും അവസരം ലഭിക്കും. ആത്മീയ പ്രഭാഷണങ്ങൾ കേൾക്കുന്നത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കും. ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് മനസ്സിന് വലിയ സംതൃപ്തി നൽകും. ശത്രുക്കളെ പോലും സ്നേഹത്തോടെ നേരിടാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് വർദ്ധിക്കും. നിങ്ങളുടെ വാക്കുകളിൽ ഒരു പ്രത്യേക ആകർഷണ ശക്തി അനുഭവപ്പെടും. തൃക്കേട്ടക്കാർ ചിലപ്പോൾ സത്യം തുറന്നു പറയുമ്പോൾ അത് മറ്റുള്ളവർക്ക് വിഷമമുണ്ടാക്കാം. അതിനാൽ സംസാരിക്കുമ്പോൾ വാക്കുകൾ മിതമായി ഉപയോഗിക്കുക. ദേഷ്യം നിയന്ത്രിക്കുക. പെട്ടെന്നെടുക്കുന്ന തീരുമാനങ്ങൾ പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. ഏതു കാര്യവും ഒരു വട്ടം കൂടി ചിന്തിച്ച ശേഷം മാത്രം പ്രവർത്തിക്കുക. പ്രധാനപ്പെട്ട രേഖകൾ ഒപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക. സാമ്പത്തിക ഇടപാടുകൾ സുതാര്യമാക്കാൻ ശ്രമിക്കുക. പുതിയ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ ജാഗ്രത പാലിക്കുക. നിങ്ങളുടെ വിജയത്തിൽ അസൂയയുള്ളവർ കൂടെയുണ്ടാകാൻ സാധ്യതയുണ്ട്. തൃക്കേട്ട ഒന്നാം പാദക്കാർക്ക് അധ്വാനം വർദ്ധിക്കുന്ന കാലഘട്ടമാണ്. സാമ്പത്തികമായി ചില തടസ്സങ്ങൾ നേരിടാമെങ്കിലും ആത്മവിശ്വാസം കൈവിടരുത്. പുതിയ സംരംഭങ്ങൾക്ക് അടിത്തറയിടാൻ പറ്റിയ സമയമാണിത്. തൃക്കേട്ട രണ്ടാം പാദക്കാർക്ക് ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. തൊഴിൽ രംഗത്ത് വലിയ അംഗീകാരങ്ങൾ ലഭിക്കും. തൃക്കേട്ട മൂന്നാം പാദക്കാർക്ക് സാമ്പത്തിക സ്ഥിതി വളരെ മികച്ചതായിരിക്കും. കടബാധ്യതകൾ കുറയ്ക്കാൻ സാധിക്കും. ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകണം. തൃക്കേട്ട നാലാം പാദക്കാർക്ക് ചെയ്ത കാര്യങ്ങളുടെ ബലം ലഭിക്കുന്ന സമയമാണിത്. യാത്രകൾ കൊണ്ട് ഗുണമുണ്ടാകും. മനസ്സിന് വലിയ സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കും. വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് സാമ്പത്തികമായും തൊഴിൽപരമായും തടസ്സങ്ങൾ നീക്കാൻ സഹായിക്കും. ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുക. പച്ചപ്പയർ ദാനം ചെയ്യുന്നത് ബുധന്റെ പ്രീതിക്ക് ഉത്തമമാണ്. തൃക്കേട്ട നക്ഷത്രത്തിന്റെ അധിപൻ ബുധനായതിനാൽ ശ്രീകൃഷ്ണ ഭജനം അത്യാവശ്യമാണ്. ജന്മനക്ഷത്ര ദിവസം ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ നടത്തുക. പാവപ്പെട്ട കുട്ടികൾക്ക് പുസ്തകങ്ങളോ പഠനോപകരണങ്ങളോ വാങ്ങി നൽകുന്നത് തൃക്കേട്ടക്കാർക്ക് വലിയ പുണ്യം നൽകും. 2026 വിഷു തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഉയർച്ചയുടെ വർഷമാണ്. വർഷാരംഭത്തിലെ ചെറിയ വെല്ലുവിളികളെ ധീരതയോടെ നേരിട്ടാൽ വർഷാന്ത്യം നിങ്ങൾ വലിയ നേട്ടങ്ങളുടെ നെറുകയിലായിരിക്കും. സാമ്പത്തിക ഭദ്രത, തൊഴിൽപരമായ ഉയർച്ച, കുടുംബസമാധാനം എന്നിവ ഈ വർഷം ഉറപ്പാണ്. അനാവശ്യമായ വാഗ്ദാനങ്ങൾ നൽകാതിരിക്കുകയും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അമിതമായി ഇടപെടാതിരിക്കാനും ശ്രദ്ധിച്ചാൽ ഈ വർഷം നിങ്ങൾക്കത് ഭാഗ്യവർഷമായിരിക്കും. മനസ്സിന്റെ ദൃഢതയും ഈശ്വരവിശ്വാസവും കൈമുതലാക്കി മുന്നോട്ട് പോവുക. എല്ലാ തൃക്കേട്ട നക്ഷത്രക്കാർക്കും ഐശ്വര്യപൂർണമായ ഒരു വിഷുക്കാലം നേരുന്നു.